ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 2024 റിലീസായിട്ടുള്ള ഒരു ജാപ്പനീസ് BL സീരീസാണ് കാണാൻ പോകുന്നത്. ഐ ഹിയർ യുവർ സൺ സ്പോട്ട് എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര്. ഈ സീരീസിലെ ഒരു ഹീറോയ്ക്ക് കേൾവിശക്തിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ കോളേജ് ലൈഫിൽ അവനാണെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ക്ലോസ് ആയിട്ട് അങ്ങനെയൊന്നും നടക്കാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫായിരുന്നു. പക്ഷേ ആ സമയമാണ് നമ്മുടെ അടുത്ത ഹീറോയിനെ അവൻ പരിചയപ്പെടുന്നത്. എന്തുകൊണ്ടോ അവൻ്റെ അടുത്ത് ഇവൻ നല്ല കംഫർട്ടബിൾ ആവുന്നുണ്ട്. അങ്ങനെ അവർ നല്ല ക്ലോസ് ആവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ലൈഫിലുണ്ടാകുന്ന ഒത്തിരി ചേഞ്ചസിനെ പറ്റി പറയുന്ന ഒരു സീരീസാണിത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ രണ്ട് ഹീറോസ് ആയിട്ടുള്ള തൈച്ചിനെയും കോഹേനെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ തണൽ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് മഴ നനയാതെ അവർ കയറി നിൽക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ കോഹയ്ക്കാണ് കേൾവിക്ക് ചെറിയൊരു പ്രശ്നമുള്ളത്. അവനാണെങ്കിൽ കേൾക്കാൻ പറ്റും, പക്ഷേ മറ്റുള്ളവരെ പോലെ അത്രയ്ക്ക് ഒച്ചത്തിലൊന്നും കേൾക്കാൻ പറ്റില്ല. അതായത് കുറച്ചൊന്ന് സൗണ്ട് കുറഞ്ഞ രീതിയിലൊക്കെ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന സമയത്ത് കോഹയാണെങ്കിൽ തൈച്ചിയുടെ അടുത്ത് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം തൈച്ചി എന്താണെന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് കോഹെ അത് പിന്നെ നീയാണെങ്കിൽ ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന കണ്ടപ്പോൾ എന്തുകൊണ്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര സമാധാനം തോന്നി. അതുപോലെ തന്നെ നീ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാനും എന്തുകൊണ്ടോ ഹാപ്പിയായി എന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ച് ഇതൊക്കെ കേട്ടിട്ട് നീ ഇതെന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുന്ന സമയം കോഹെ പക്ഷേ എനിക്കത് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ച് എന്ത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയം കോഹെ ഇനി ഒരു പക്ഷേ നീ പറയുന്നതൊന്നും തന്നെ എനിക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ രണ്ട് ചെവിയും പൊത്തി പിടിക്കുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് തയ്ച്ച് ടെൻഷനായിട്ട് കോഹെ എന്ത് പറ്റിയും ചോദിക്കുന്നുണ്ട്. അതേസമയം കോഹയാണെങ്കിൽ കരയുന്നുണ്ടായിരുന്നു. തൈച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തൈച്ചിക്കും മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇപ്പം കണ്ട ഒരു സീൻ. ആ സീനൊക്കെ നടക്കുന്നതിന് ഒത്തിരി മുമ്പുള്ള കാര്യമാണ്. അവിടെ നിന്നാണ് ആക്ച്വലി ഈ സ്റ്റോറി സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ തൈച്ചിയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു കസ്റ്റമർ ഫുഡ് കഴിച്ചിട്ട് ക്യാഷ് കൊടുക്കാതെ പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ പയ്യൻ കടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തയ്ച്ച് വന്നിട്ട് പൈസ വന്നിട്ട് പോട്ടോന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. ആ സമയം മാനേജർ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ തയ്ച്ചിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതുകൊണ്ട് ആ പയ്യൻ ഞാൻ ഓൾറെഡി പൈസ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ തയ്ച്ച് അടങ്ങിയിരിക്കുന്നില്ല. ഇവനാണെങ്കിൽ ഇവൻ അടിച്ചേ പറ്റുന്നുള്ള രീതി നിൽക്കുകയാണ്. തടഞ്ഞുകൊണ്ടിരുന്ന മാനേജറിൻ്റെ മുഖത്തേക്ക് അറിയാതെ ഇവൻ്റെ കൈമുട്ട് കയറിയിട്ട് ഇടിച്ചിട്ട് അയാൾക്കും പരിക്ക് പറ്റുന്നുണ്ട്. ഉടനെ തന്നെ ഇയാളാണെങ്കിൽ ഇവനെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നുമുണ്ട്. ആ നടന്ന ആ ഒരു അടിയും ഇയാളാണെങ്കിൽ ഇവന് പുറത്താക്കുന്ന സംഭവം എല്ലാം അവിടെ കണ്ടുകൊണ്ടിരുന്ന ഒത്തിരി ആൾക്കാർ വീഡിയോ എടുത്തിട്ട് വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ കോളേജ് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടിരിക്കുന്ന ടൈമാണ്. ക്ലാസ്സിലേക്ക് വന്ന ടൈമിന് ഇവൻ്റെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതും കണ്ടിട്ട് ഇരുന്ന് ചിരിച്ചിട്ട് അപ്പോൾ നിൻ്റെ ജോലി പോയല്ലേ, ഇനി ആരെങ്കിലും നിനക്ക് പാർട്ട് ടൈം ജോബ് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന ടൈമിന് തയ്ച്ചാണെങ്കിൽ അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധമല്ലേ, എനിക്ക് ജോലി വേണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറയാണ്. അതേസമയം അവൻ്റെ ഫ്രണ്ട്സ് എനിക്ക് നല്ല വിശക്കുന്നു ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ച് എന്തോ കൂടെ പോകുന്നില്ല. അതുകൊണ്ട് ഫ്രണ്ട്സ് നീ വരുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ, എനിക്ക് വിശപ്പില്ല നിങ്ങൾ പൊക്കോളാൻ പറയുന്നുണ്ട്. അങ്ങനെ തയ്ച്ചിയുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇവന് നല്ല വിശക്കുന്നുണ്ട്, എന്നാൽ ഫുഡ് വാങ്ങാനുള്ള ക്യാഷ് ആളുടെ കയ്യിലില്ല. അതാണ് സിറ്റുവേഷൻ. അങ്ങനെ അവൻ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ട് നേരെ കോളേജിൽ വെൻഡിങ് മെഷീനുള്ള സ്ഥലത്തേക്ക് ചെല്ലാണ്. അവിടെ ചെന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്നുള്ള കോയിൻസിൽ നിന്ന് ഏതൊക്കെയോ നുള്ളി പറക്കി എടുത്തിട്ട് അവനൊരു ഡ്രിങ്ക്സ് എടുക്കുന്നുണ്ട്. അതേസമയം കോളേജ് സ്റ്റാർട്ടായതേ ഉള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ പാർട്ട് ടൈം ജോബും പോയി 5 പൈസ കയ്യിലും ഇല്ലയെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് ആ ഒരു ഡ്രിങ്ക്സ് വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കുന്നതും ഇവൻ്റെ കയ്യിൽ നിന്ന് ആ താഴെ വീണിട്ട് ഉരുണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്യാനാണെങ്കിൽ ഉരുണ്ട് പോകുന്നത് നേരെ സൈഡിൽ ആ ചരിവ് പോലെയുണ്ട്, ചെറിയൊരു കാട് പോലെ വരുന്നൊരു ഏരിയയാണ്. അങ്ങോട്ടേക്കാണ്. ഇവൻ പിന്നെ ഒന്നും നോക്കുന്നില്ല. ആകെ ഉണ്ടായിരുന്ന പൈസയ്ക്ക് വേണ്ട സാധനമാണ്, എങ്ങനെയെങ്കിലും വേണമെന്ന് കരുതിയിട്ട് അവൻ അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ നേരെ അവൻ എങ്ങനെയൊക്കെയോ ചറുക്കിയിട്ട് അവിടെ കൂടെ ഉരുണ്ട് ചെന്ന് നേരെ താഴേക്കൊന്ന് വീഴുവാണ്. എന്നാൽ താഴേന്ന് പറയുമ്പോൾ ഒത്തിരി ചരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവനൊന്നും പറ്റുന്നുമില്ല. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്ന ടൈമിൽ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മറ്റൊരു പയ്യൻ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഒരിടത്ത് ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന അവൻ കാണുന്നത്. അത് മറ്റാരുമല്ല കോഹയാണ്. കോഹയാണെങ്കിൽ ഇവയിങ്ങനെ എവിടെന്നോ ഉരുണ്ടിങ്ങനെ വന്ന് കിടക്കുന്ന കണ്ടിട്ട് ഇവനെ തന്നെ നോക്കുന്നുണ്ട്. അതേസമയം തൈച്ചിയുടെ നോട്ടം മൊത്തം പോയത് കോഹയുടെ കയ്യിരിക്കുന്ന ആ ഒരു ലഞ്ച് ബോക്സാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന ഫുഡ് കാണുമ്പോഴേ ഇവനാണെങ്കിൽ കഴിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇവ എഴുന്നേറ്റ് നിന്നിട്ട് ഐ എം സോറി എന്ന് പറയാണ്.
എന്നിട്ട് നേരെ കോഹയുടെ ലഞ്ച് ബോക്സ് ഇരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഫുഡ് കാണാൻ നല്ല രസമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. കോഹ അപ്പോൾ ഒരു എക്സ്പ്രഷനും മുഖത്തില്ലാതെ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഈ ഫുഡ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് കോഹയാണെങ്കിൽ അവൻ്റെ സ്പൂണ് ഇവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നീ എന്താ ഉദ്ദേശിച്ചത്, ഇത് എനിക്ക് കഴിക്കാമെന്നാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് കോഹ ഒന്ന് തലയാട്ടുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ തയ്ച്ചയാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ വാങ്ങിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഏത് കഴിച്ചു തുടങ്ങുമെന്നൊക്കെ ആലോചിച്ചിട്ട് കഴിക്കാൻ തുടങ്ങുന്നുണ്ട്. കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കോഹ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ആ സമയം തയ്ച്ച് അല്ല നിനക്ക് വേണ്ടേ, ഞാൻ ഇത് ഒറ്റയ്ക്ക് കഴിക്കാനാണോ, നിനക്ക് വിശക്കത്തില്ലേ, അല്ലെ ഈ ലഞ്ച് ബോക്സ് നിനക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതിനൊന്നും കോഹ മറുപടി കൊടുക്കുന്നില്ല. കോഹ അവിടെ നടന്നു പോവുകയും ചെയ്തായിരുന്നു. ആ സമയം തയ്ച്ച് ഇവനെന്താ ഒന്നും പറയാതെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഫുഡിലാണ് അവൻ്റെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവൻ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരിക്കുന്ന ടൈമിന് ഇതുപോലെ ഒരു പയ്യനെ മീറ്റ് ചെയ്തു. അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഫുഡ് കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. തയ്ച്ചിക്ക് പക്ഷേ കോഹയുടെ പേരോ അവൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പഠിക്കുന്നത് ഒന്നും അറിയത്തില്ല. അവൻ ഇനിമ്പേ കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ കോളേജ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളുമാണ്. അങ്ങനെ ഇവനെ പറ്റി ഇങ്ങനെ പറയുന്ന ടൈമിന് ഫ്രണ്ട്സിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് കോഹയാണെന്ന് ഇവൻ പറയുന്ന രീതികൾ വെച്ചിട്ട്. അപ്പോൾ അവനാണെങ്കിൽ നിങ്ങൾക്ക് അവനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടാണെങ്കിൽ അവനാണെങ്കിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിക്കുന്നത്, അവനാണെങ്കിൽ പോപ്പുലർ ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചയാണെങ്കിൽ അവൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നിട്ടും നിങ്ങൾക്ക് അവനെ ഇത്ര നന്നായിട്ട് എങ്ങനെ അറിയാൻ ചോദിക്കുന്നുണ്ട്. ആ സമയം മറ്റേ ഫ്രണ്ടാണെങ്കിൽ ഇത് കാരണമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നോട്ടീസ് ബോർഡിലുണ്ടായിരുന്ന ഒരു നോട്ടീസ് കാണിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് കേൾവിക്ക് പ്രശ്നമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് ടൈമിൽ നോട്ട് എഴുതി അവരെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും തയ്യാറാണെങ്കിൽ പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ഇതാണ്. ആ സമയം തയ്ച്ച് ഇത് കണ്ടിട്ട് അപ്പോൾ കോഹയ്ക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ഫ്രണ്ട് അതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു, അങ്ങനെയാണെങ്കിൽ തന്നെ അവൻ ഒത്തിരി ഭംഗിയുള്ളൊരു ഹാൻസം ആയിട്ടുള്ളൊരു പയ്യനാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി പെൺകുട്ടികൾ അവൻ്റെ പുറകെ നടക്കുന്നുണ്ട്, അങ്ങനെ അവൻ പോപ്പുലറാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി സീനിയേഴ്സിന് അവന് ഇഷ്ടമല്ല, കാരണം പെൺപിള്ളേരെല്ലാം അവൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ പോകാനായിട്ട് എഴുന്നേൽക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനെ വിളിച്ചിട്ട് വരാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് അങ്ങ് പോകുന്നുണ്ട്. അടുത്ത് കോഹേനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അവന് കേൾവിക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ സാറ് പറയുന്നതൊന്നും അവന് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, നോട്ട്സ് ഒന്നും എഴുതിയെടുക്കാൻ പറ്റുന്നില്ല. അതേസമയം ഇടയ്ക്കിടയ്ക്ക് സാറ് പറയുന്ന തമാശകൾക്ക് മറ്റു കുട്ടികൾ ചിരിക്കുന്നുണ്ട്, എന്നാൽ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവൻ ചിരിക്കുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്ന് അവൻ അറിയാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അടുത്ത ദിവസം കോഹെ കഴിക്കാനായിട്ട് സ്ഥിരം ഇരിക്കുന്ന അതേ സ്ഥലത്ത് വീണ്ടും വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ തയ്ച്ചി അവിടെ വന്ന് വീണപ്പോഴാണല്ലോ കോഹേനെ കണ്ടത്. അതേപോലെ തയ്ച്ചി വീണ്ടും അവിടെ വന്ന് വീഴുന്നുണ്ട്. കോഹേനെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും വന്ന് വീണ ഉടനെ തന്നെ കോഹ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ഉടനെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് നിന്നെ ഞാൻ ഇവിടെ കാണുമെന്ന് വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കോഹയുടെ ആ ഒരു ലഞ്ച് ബോക്സ് ഇവൻ്റെ ഉണ്ടായിരുന്ന തിരിച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫുഡാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ വിശന്നിരിക്കുമായിരുന്നു, അപ്പോഴാണ് നീ എനിക്ക് ഫുഡ് തന്നത്, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ ബാഗ് തുറന്നിട്ട് അവിടെ നേരത്തെ നോട്ടീസ് ബോർഡിൽ കണ്ട ആ ഒരു കേൾവി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോട്ട് എഴുതാനായിട്ട് ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം അവനിപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അവൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ നോട്ട് എഴുതാനുള്ള ആളായിട്ട് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ച് പറയുന്നതിന് കോഹയെ മറുപടി കൊടുക്കാതിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ കോഹയ്ക്ക് താൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലെന്ന് കരുതിയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, നിനക്കെല്ലാം എഴുതി പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പേനയും പേപ്പർ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കോഹ ഇല്ലല്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നീ ഒന്ന് സ്ലോ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ അപ്പോൾ നിനക്ക് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ, നിൻ്റെ സൗണ്ട് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് തയ്ച്ച് വീണ്ടും ആ ഒരു നോട്ടീസിലെ കാര്യം പറഞ്ഞു തുടങ്ങാണ്. ആ സമയം പെട്ടെന്ന് കോഹ അല്ലല്ല അതിനു ഫസ്റ്റ് നിന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ, നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എൻ്റെ പേര് തയ്ച്ചി, ഞാനാണെങ്കിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോഹ അവനെ പരിചയപ്പെടുത്താൻ വരുമ്പോഴത്തേക്കും തയ്ച്ചയാണെങ്കിൽ വേണ്ട എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നിൻ്റെ പേര് കോഹ എന്നല്ലേ, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയുന്നുണ്ട്. അതേസമയം കോഹയാണെങ്കിൽ അപ്പോൾ നീയാണെങ്കിൽ എൻ്റെ നോട്ട് എഴുതുന്ന ആളായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് നിനക്ക് ട്രെയിനിങ് വേണം, നീ ആ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ച് ട്രെയിനിങ്ങോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നോട്ടീസ് നോക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒഫീഷ്യലി ഇങ്ങനെ കേൾവിയില്ലാത്തൊരു ആളുടെ നോട്ട് ടേക്കറായിട്ട് നിൽക്കണമെങ്കിൽ ട്രെയിനിങ്ങിന് കയറണം. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്, രജിസ്ട്രേഷനും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ദൈവമേ ഇത്രയും പാട് പിടിച്ച പണിയാണോ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ടെൻഷനായി ഇരിക്കുകയാണ്. ആ സമയം കോഹ എങ്കിൽ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ കോഹയാണെങ്കിൽ ഒഫീഷ്യലി നീ എൻ്റെ നോട്ട് ടേക്കറായിട്ടുള്ള ആളാവണ്ട, അല്ലാണ്ട് നീ എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് എൻ്റെ നോട്ടെല്ലാം കേട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ ഓക്കെ എന്നും പറയുന്നുണ്ട്. കോഹയാണെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് ഡെയിലി ഫുഡും കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും തയ്ച്ച് കുറേ കൂടെ ഹാപ്പി ആയിട്ട് ഓക്കെ ഡബിൾ ഓക്കെ ഞാൻ റെഡി എന്ന് പറയാണ്.
അതേസമയം കോഹെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ കോഹേർ ഫുഡ് കാണുമ്പോൾ എനിക്കും കൂടെ തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോഹെ ആണെങ്കിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് അവന് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. കോഹേർ ഫുഡ് അവന് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, കാരണം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഈവനിങ് കോഹെ ആണെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് അവൻ്റെ അമ്മ ഫുഡ് റെഡിയാക്കിയിട്ട് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈമിന് അവനാണെങ്കിൽ തൈച്ചിയുടെ കാര്യമാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുവാണ്. ആ സമയം അവൻ്റെ അമ്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് ഇവൻ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് നാളെ തൊട്ട് എനിക്ക് 2 ലഞ്ച് ബോക്സ് റെഡിയാക്കി തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അമ്മ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അത് പിന്നെ ഒന്നുമില്ല വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം അമ്മ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അവനപ്പോൾ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം തൈച്ചീനെ കാണിക്കുമ്പോൾ അവനവൻ്റെ മുത്തശ്ശൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും എന്ന് പറയുമ്പോൾ നേരെ ടോം ആൻഡ് ജെറിയാണ്. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര അടിപൊളി ഫുഡൊന്നുമില്ല. അങ്ങനെ ഉള്ള സംഭവം വെച്ച് ഇവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ്. അപ്പോൾ അവരങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം തൊട്ട് തൈച്ചിയാണെങ്കിൽ കോഹയുടെ നോട്ട് ടേക്കർ ആവുന്നത് തൊട്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഒരു നോട്ടീസ് മേടിക്കാനായിട്ട് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് വരുന്നുണ്ട്. അതായത് ഇവരുടെ കോളേജിൽ തന്നെ ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നോട്ട് ടേക്കറായിട്ട് ഏതെങ്കിലും കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കും. അതാണ് ആ നോട്ടീസിൽ നേരത്തെ പറയുന്നത് ട്രെയിനിങ് ഉണ്ടെന്ന്. അപ്പോൾ അതിനൊരു പ്രത്യേക സെക്ഷൻ തന്നെ അവരുടെ കോളേജിലുണ്ട്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഇവർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ തൈച്ചിയുടെ അടുത്ത് അല്ല നിനക്ക് ട്രെയിനിങ് വേണ്ടേ, എന്നാലല്ലേ ഇവന് നോട്ട് ടേക്കർ ആവാൻ പറ്റുള്ളൂ എന്ന് അവിടെ ഇരിക്കുന്നൊരു ലേഡി പറയുമ്പോൾ കോഹയാണെങ്കിൽ ഇല്ല അത് വേണ്ട, എനിക്ക് ആക്ച്വലി ഒരുവിധം കേൾക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഒരാൾ മതി, അതുകൊണ്ട് എനിക്ക് പ്രൊഫഷണലായിട്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ഒരാളെ തന്നെ വേണമെന്ന് ആഗ്രഹമില്ല, അതുകൊണ്ട് തൈച്ചി മതി എന്ന് പറയുന്നുണ്ട്. എന്നാലും ആ ഒരു ലേഡിയാണെങ്കിൽ പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതെന്ന് പറയുമ്പോൾ തൈച്ചിയാണെങ്കിൽ വേണ്ട കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ ഇവൻ്റെ കൂടെ നിൽക്കണം, ഇവനെ സപ്പോർട്ട് ചെയ്യണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് അത്രയും മതി എന്ന് പറഞ്ഞിട്ട് അവനും കോഹയും കൂടെ ആയിട്ട് കോഹയുടെ ക്ലാസ്സിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ കോഹയുടെ പ്രൊഫസർ എന്താണ് പഠിപ്പിക്കുന്നത് അയാൾ നല്ല സ്പീഡിന് പറഞ്ഞു പോകുന്നുണ്ട്. തൈച്ചി അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാറ് പറയുന്ന സംഭവങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ സമയം ടീച്ചർ ഒരു തമാശ പറയുന്നുണ്ട്. അത് നമ്മുടെ കോഹയ്ക്ക് നേരെ കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ചിരിക്കുമ്പോഴത്തേക്കും ഇവൻ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ തൈച്ചി സാറ് പറഞ്ഞ തമാശ എന്താണെന്ന് ഒരു പേപ്പറിൽ എഴുതി കോഹയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തൈച്ചി എഴുതി ആ ഒരു നോട്ട് കോഹയെ നോക്കുമ്പോൾ ഇവിടെ മൊത്തം സമ്മറി ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തൈച്ചിയാണെങ്കിൽ സോറി എനിക്ക് ടീച്ചർ പറയുന്നതനുസരിച്ച് മൊത്തം എഴുതി പോകാൻ പറ്റിയില്ല, ആക്ച്വലി നല്ല പാടുള്ളൊരു പണിയാണിതെന്ന് പറയുന്നുണ്ട്. അതേസമയം സൈൻ ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള 2 ഗേൾസ് വന്നിട്ട് നമ്മുടെ കോഹയുടെ അടുത്ത് സംസാരിക്കുകയാണ്. കോഹയ്ക്ക് ഒട്ടും തന്നെ കേൾവിശക്തി ഇല്ലയെന്ന് കരുതിയിട്ട് അവരിവൻ്റെ അടുത്ത് സൈൻ ലാംഗ്വേജ് കാണിച്ചിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവൻ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് അവിടെ നടന്നു പോവാണ്. തൈച്ചിയും അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവർ രണ്ടുപേരും കോഹെ എപ്പോഴും ഫുഡ് കഴിക്കുന്ന ആ സ്ഥലത്തേക്ക് വന്നിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൈച്ചി ആ ഗേൾസ് ആരാ, നിൻ്റെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അല്ല, അവരാണെങ്കിൽ സൈൻ ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള 2 കുട്ടികളാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തൈച്ചി അതുകൊണ്ടാണല്ലേ അവർ നിൻ്റെ അടുത്ത് സൈൻ ലാംഗ്വേജ് കാണിച്ച് സംസാരിച്ചത്, ഞാൻ ആരും ഇരുമ്പേ സൈൻ ലാംഗ്വേജ് കാണിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടേ ഇല്ല, അല്ല നിനക്ക് സൈൻ ലാംഗ്വേജ് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇല്ല ഞാൻ സൈൻ ലാംഗ്വേജ് അങ്ങനെ പഠിച്ചിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്കല്ലാതെ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്, കേൾവിയില്ലാത്ത എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, അവരുടെ കേൾവിശക്തി കുറഞ്ഞിരിക്കുന്ന അളവുകൾ വ്യത്യാസമായിരിക്കും, പിന്നെ നോർമലായിട്ടുള്ള എല്ലാ ആളുകൾക്കും സൈൻ ലാംഗ്വേജ് അറിയണമെന്നുമില്ല, അതുകൊണ്ട് എന്നെപ്പോലുള്ളവർ സൈൻ ലാംഗ്വേജ് പഠിച്ചു വയ്ക്കുന്നതും ബാക്കിയുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ലിപ്പ് റീഡിങ് പഠിക്കുന്നതിന് എളുപ്പം, അപ്പോൾ പിന്നെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ പറയുന്നത് അവരുടെ ചുണ്ട് അനങ്ങുന്നതിലൂടെ മനസ്സിലാക്കാനും പറ്റും, തിരിച്ച് അവരെടുത്ത് സംസാരിച്ച് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നും പറയുന്നുണ്ട്. ആസിമിൻ തയ്ച്ചി പക്ഷേ അത് പാടല്ലേ എന്ന് പറയുമ്പോൾ കോഹെ ഇല്ല പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്, പക്ഷേ നിൻ്റെ അടുത്ത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം നിൻ്റെ വോയിസ് ഭയങ്കര ഹൈ ആണ്, അതുകൊണ്ട് എനിക്ക് എല്ലാം നേരെ കേൾക്കാൻ പറ്റുന്നുണ്ട്, നിൻ്റെ വോയിസ് ഹൈ ആണെന്ന് നിൻ്റെ അടുത്ത് ആരെങ്കിലും ഇതിനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കോഹയാണെങ്കിൽ ചോദിച്ചതിന് മറുപടി ആയിട്ട് തയ്ച്ചി ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം തന്നെ, അതായത് എൻ്റെ വോയിസ് ഭയങ്കര ഹൈ ആണെന്നും ഞാൻ ഭയങ്കര ലൗഡാണെന്നും എന്നൊക്കെ. ആ സമയം കോഹെ അതെന്തായാലും നല്ല കാര്യമാണ്, കാരണം എനിക്ക് നീ പറയുന്നതെല്ലാം ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ്. ആ സമയം തയ്ച്ചാണെങ്കിൽ നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ നീ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നതിനെ കണ്ടിട്ടുള്ളത്, നിനക്കെന്താ ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം കോഹെ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാണ്. അതിനുശേഷം ഫുഡ് കഴിച്ചിട്ട് തയ്ച്ചാണെങ്കിൽ അവിടെ തന്നെ ഒരിടത്ത് കിടക്കുന്നുണ്ട്, കോഹയും അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത്
അടുത്ത ദിവസം തയ്ച്ചിയാണെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നങ്ങ് ഉറങ്ങി പോവുകയാണ്. ക്ലാസ് കഴിയുമ്പോൾ തയ്ച്ചിയുടെ ഫ്രണ്ട് വന്നിട്ടാണ് കുറേ നേരം വിളിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിക്കുന്നത്. ആ സമയം അവനാണെങ്കിൽ അല്ല ക്ലാസ് അല്ലേ എന്ന് നോക്കുമ്പോൾ ക്ലാസ്സൊക്കെ ഓൾറെഡി കഴിഞ്ഞു, എഴുന്നേറ്റ് പോകാനായിട്ട് പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ട് നമ്മുടെ കോഹ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവങ്ങനെ ഉറങ്ങിപ്പോയതുകൊണ്ട് തന്നെ കോഹയുടെ അടുത്ത് അയ്യോ സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹ തിരിച്ച് സോറി പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ലഞ്ച് ബോക്സ് എടുക്കാൻ മറന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചിയോ അങ്ങനെയാണോ, കുഴപ്പമില്ല നമുക്ക് ക്യാൻറ്റീനിൽ പോയി കഴിക്കാമെന്ന് പറയാണ്. ആ സമയം കോഹയ്ക്കാണെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തയ്ച്ചപ്പോൾ എന്ത് പറ്റി അവിടെ പോകാൻ താല്പര്യമില്ലെന്ന് വെച്ചപ്പോൾ അതുകൊണ്ടല്ല ഞാനങ്ങനെ അധികം അവിടെ പോകാറില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ നേരെ ക്യാൻറ്റീനിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ തയ്ച്ചാണെങ്കിൽ അല്ല ഞാനിതിപ്പോൾ ഏത് ഫുഡാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡ് എടുക്കുന്നതിന് മുമ്പ് ഇവരാണെങ്കിൽ ഫസ്റ്റ് പോയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങണം. അപ്പോൾ നമ്മുടെ കോഹയാണെങ്കിൽ ഞാൻ പോയി ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഒത്തിരി കുട്ടികൾ സംസാരിക്കുന്ന സൗണ്ട് ഇവന് ലോ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അകത്തേക്ക് ചെന്നിട്ട് ഫുഡിൻ്റെ ആ ഒരു ടിക്കറ്റിൻ്റെ സംഭവം നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിനാണ് ഇന്നലെ കോഹയോട് സംസാരിച്ച ആ സൈൻ ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടി വന്നിട്ട് ഇന്ന് എൻ്റെ ഗ്രൂപ്പിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതേസമയം കാണാൻ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ടുള്ള 2-3 പയ്യന്മാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഹേനെയും കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കോഹെ ആ പയ്യന്മാരുടെ കൂട്ടത്തിലുള്ളതായിരിക്കും എന്ന് കരുതിയിട്ട് ഈ പെൺകുട്ടി ഇവൻ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ആ പയ്യനാണെങ്കിൽ അല്ല എന്തു പറ്റി, ഇവന് സുന്ദരനായുണ്ട് നമ്മുടെ കൂടെ ഉള്ളതാണെന്ന് വിചാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി അല്ല ഞാൻ അല്ലാണ്ട് ഉദ്ദേശിച്ചാന്ന് പറയുന്നുണ്ട്. ഇതേ സമയം കോഹയ്ക്ക് ഇവർ സംസാരിക്കുന്നത് അത്ര ക്ലിയറായിട്ട് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ തയ്ച്ചിയുടെ വോയിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് അവൻ എത്ര ദൂരത്തിൽ നിന്ന് പറഞ്ഞാലും ഇവന് കേൾക്കാൻ പറ്റും. എന്നാൽ ഇവരാണെങ്കിൽ ഒരു നോർമൽ വോയിസിൽ ലോ ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഇവന് കേൾക്കാൻ പറ്റുന്നില്ല. അതേസമയം ആ ഒരു വന്നു നിന്ന പയ്യനാണെങ്കിൽ നമ്മുടെ കോഹയുടെ അടുത്ത് അല്ല നീ എന്താ ഒന്നും മിണ്ടാത്തെ, എന്താടാ മിണ്ടാതിരിക്കണമെന്ന് വെച്ചിട്ട് ഇവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ സമയം അവിടെ ഇന്ന് ആ സൈൻ ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ള പെൺകൊച്ച് നീ എന്തായി ചെയ്യുന്നത്, അവന് കേൾക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ പയ്യൻ ഇവന് കേൾക്കാൻ പറ്റത്തില്ലേ, നിനക്ക് എന്താടാ ഒന്നും കേൾക്കാൻ പറ്റാത്തെന്ന് ചോദിച്ചിട്ട് ഇവന് ഒരുമാതിരി കളിയാക്കുന്നുണ്ട്. അതേസമയമാണ് കറക്റ്റ് അങ്ങോട്ടേക്ക് തയ്ച്ച് കയറി വന്നത്. ഇത് കാണുന്നതും തയ്ച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ വന്നിട്ട് ആ പയ്യനെ ഒരൊറ്റ അടി അടിക്കുകയാണ്. അവിടെ ആണെങ്കിൽ അടി ഉണ്ടാവുന്നതിന് മുമ്പേ പെട്ടെന്ന് തന്നെ കോഹി തയ്ച്ചിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ തയ്ച്ചിക്കും ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കവിള് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കോഹയാണെങ്കിൽ അവന് മരുന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ആ സമയം ചെറുതായിട്ടൊന്ന് വേദനിക്കുമെന്ന് പറഞ്ഞിട്ട് പതുക്കെ മരുന്ന് വെച്ച് കൊടുത്തിട്ട് നിനക്ക് ബാൻഡേഡ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ സമയം കോഹയാണെങ്കിൽ അല്ല നീ ഇപ്പം എന്തിനാ അവനെ അടിച്ചത്, നിൻ്റെ പ്രശ്നമൊന്നും അല്ലല്ലോ അത്, പിന്നെ നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അതിൻ്റെ ഇടയിൽ വന്ന് കയറിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ അത് പിന്നെ അവൻ നിന്നെ കളിയായിക്കൊണ്ട് നിൽക്കുമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹ അവൻ എന്നെ കളിയാക്കുകയാണെങ്കിലും അവൻ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ അങ്ങനെ കാര്യമാക്കാതിരിക്കരുത്, എങ്കിൽ ബാക്കിയുള്ളവർ നിന്നെ ഉപയോഗിച്ച് അഡ്വാൻറ്റേജ് എടുക്കും. നീ അങ്ങനെയൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. നിനക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറയണം. നിനക്ക് കേൾവിക്ക് പ്രോബ്ലം ഉള്ളത് അത് നിൻ്റെ കുറ്റമല്ല, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെക്കുറിച്ച് ഇതിൽ നീ ആലോചിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടോ ആദ്യമായിട്ടാണ് ഒരാൾ കോഹയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കോഹ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചെറുതായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഇതേസമയം അത് ശ്രദ്ധിച്ചിട്ട് തയ്ച്ചാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ ആലോചിക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോയി, അത് കോഹയ്ക്ക് ഹേർട്ടായിട്ടുള്ളത് കൊണ്ടാവുമോ അവനിപ്പോൾ കരയുന്നത് എന്നിങ്ങനെ അവൻ്റെ മനസ്സിൽ ആലോചിച്ചിട്ട് കോഹേനെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡിലൂടെ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു BL സീരീസ് ആണ്. എനിക്കെന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സീരീസാണിത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഇടുന്നവരെ ബൈ.